നമസ്കാരം. രണ്ടുപേർ ചുംബിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യത്തിന് ആകാശം ഇടിഞ്ഞു വീണില്ലെന്ന് മാത്രവുമല്ല, ആകാശം ഇന്ന് പതിവിലും വിപരീതമായി പ്രസന്നമായി നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇളകിമറിയുന്നത് ഭൂമിയാണ്. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏറ്റവും ആനന്ദകരമായ വികാര പ്രകടനം എങ്ങനെയൊരു സമരമായി മാറുന്നു? ആ സമരത്തിനെതിരെ എന്തുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു? ഞാൻ ഉദ്ദേശിച്ചത് ചുംബനത്തെക്കുറിച്ചാണ്. എന്തിന് ചുംബനത്തെക്കുറിച്ച് ഇത്ര ആവലാതികൾ, ഇത്രയേറെ വിവാദങ്ങൾ, ഇത്രയെത്ര സംഘർഷങ്ങൾ? അന്വേഷിക്കുന്നു കേരള സമിറ്റ്. അടുത്തിടെ കോഴിക്കോട് ഡൗൺ ടൗൺ റെസ്റ്റോറന്റിൽ നടന്ന സംഘടനത്തിന്റെയും ഒപ്പം എറണാകുളം മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിക്കുന്ന കിസ് ഓഫ് ലവിന്റെ സമരരീതിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സദാചാരത്തിന് കൗണ്ട് ഡൗൺ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്: SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചിന്ത ജെറോം, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി മുഹമ്മദ്, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ KT വിപിൻ, കോളേജ് അധ്യാപികയും സിനിമാ തിരക്കഥാകൃത്തുമായ ദീദി ദാമോദർ, കിസ് ഓഫ് ലവ് സംഘാടകനും ഇന്റർനെറ്റ് ആക്ടിവിസ്റ്റുമായ ശ്രീ ഫർമീസ് ഹഷീം, ഒപ്പം കോഴിക്കോട് പ്രസ് ക്ലബിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും. ശ്രീ ഫർമീസ്, നാളെയാണ്, അതായത് നവംബർ 2-ാം തീയതിയാണ് നിങ്ങൾ മറൈൻ ഡ്രൈവിൽ ഒരു പുതിയ സമരരീതി എന്ന നിലയിൽ ചുംബന സമരരീതിയായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ചുംബന സമരം എന്ന പേര് നിങ്ങൾ ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ടോ ഇതിന്? അതല്ല തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണ്? തീർച്ചയായിട്ടും ചുംബന സമരം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. അതായത് സദാചാര പോലീസിങ്ങിനെതിരെയുള്ള ഒരു പ്രതീകാത്മക സമരമാണ് ഞങ്ങൾ ചുംബന സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നവംബർ 2 തന്നെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതോ ഇതിന് പ്രകോപനപരമായ രീതിയിൽ അടുത്ത കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സദാചാര പോലീസിംഗ് നിങ്ങളുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നവംബർ 2 എന്നുള്ള ഡേറ്റ് തിരഞ്ഞെടുക്കാൻ എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തിടെയായിട്ട് ഇപ്പോഴത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൗൺ ടൗൺ ഇഷ്യൂ ഒന്നാണ്. അതുപോലെ തന്നെ കുറ്റ്യാടിയിൽ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. എല്ലാം സദാചാര പോലീസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ടായിട്ടുണ്ട്. സോ ഐ തിങ്ക് ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മളിതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ യുവജനങ്ങൾ സംഘടിച്ച് തന്നെ ഇതിനെതിരെ പ്രതീകാത്മകമായി തന്നെ പ്രതിഷേധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സമരരീതി ഞങ്ങൾ അവലംബിച്ചത്. ശ്രീ വിപിൻ, ഒരു കാലത്തും നിയമത്തെ അനുസരിച്ചല്ല സമരങ്ങൾ ഉണ്ടാവുന്നത്. നിയമങ്ങളെ എതിർക്കുമ്പോഴാണ് അതിന് സമരം എന്ന പേര് തന്നെ കിട്ടുന്നത്. ചുംബന സമരം ഇത്തരത്തിലുള്ള അലിഖിതമായ സദാചാര വ്യവസ്ഥകളെ ലംഘിക്കുന്ന ഒരു നിയമം തന്നെയാണ്. അതിനെന്താണ് ഇത്ര കുഴപ്പം? യഥാർത്ഥത്തിൽ ചുംബന സമരമായിരുന്നില്ല കേരളത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. കേരളത്തിൽ നടക്കുന്ന പെൺവാണിഭങ്ങൾക്ക്, പെൺകുട്ടികളെ വഴിയാധാരമാക്കുന്നതിനുള്ള സങ്കേതങ്ങൾ ഒരുക്കി കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകൾക്കും മാഫിയകൾക്കും എതിരായിട്ടായിരുന്നു കേരളത്തിലെ സമൂഹവും സംഘടനകളും ഒക്കെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ സമരത്തെ മാറ്റി ഇത് ചുംബനത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണെന്ന് വ്യാഖ്യാനിച്ചിട്ടാണ് ഇത്തരക്കാർ ചുംബന സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത് പെൺപാണികക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ചർച്ച തുടങ്ങുന്നത് ആ ഘട്ടമായതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ആവശ്യമുണ്ട്. ഡൗൺ ടൗണിൽ പെൺവാണിഭ സംഘത്തെ നയിച്ചതാര്? എത്ര കേസ് രജിസ്റ്റർ ചെയ്തു? ആരാണ് പ്രതികൾ? എത്ര പേർ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? പേരെടുത്ത് പറയാവുന്ന അഡ്രസ്, മേൽവിലാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിങ്ങളെപ്പോലെ, നിങ്ങളുടെ ചാനൽ പോലെയുള്ള ഒരു ചാനൽ വളരെ വ്യക്തമായി അവിടെ ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിച്ചത് അന്ന് തന്നെ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും ആ വാർത്ത മാറ്റിക്കൊണ്ട് യുവമോർച്ച നടത്തിയിട്ടുള്ള സമരത്തെ സദാചാര സമരമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഒന്നുകിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തെറ്റാണ്, അതല്ല അവിടെ അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ ആ മാധ്യമം അത്തരത്തിലുള്ള ഒരു ന്യൂസ് പുറത്തുവിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ മാധ്യമത്തിന്റെ കയ്യിൽ വളരെ വ്യക്തമായി ചുംബിക്കുന്ന ചിത്രം മാത്രമല്ല, ചുംബിക്കുന്ന ചിത്രമാണെങ്കിൽ നമുക്ക് അത് അംഗീകരിക്കാമായിരുന്നു. ചുംബിക്കുന്ന ചിത്രം മാത്രമല്ല, ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പല വിക്രിയകളും, അങ്ങനെ തന്നെ പറയാം, ആ ഫോട്ടോകളിലും ആ CD-കളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെതിരെ ഞങ്ങൾ കോഴിക്കോട്ടെ കമ്മീഷണർക്കും DGPക്കും ആഭ്യന്തരമന്ത്രിക്ക് പോലും പരാതി നൽകിയിട്ട് ഇതുവരെ പോലീസ് അതിനെതിരെ ഒരു അന്വേഷണം നടത്തിയതായിട്ട് ഞങ്ങൾക്കറിയില്ല. കാരണം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റെസ്റ്റോറൻറ്റിനെ ഉടമയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാർത്ത തെറ്റാണെന്ന് തെളിഞ്ഞാൽ ഇതേ മാർച്ച്, ഇതേ ആളുകൾ ഇതേ ചാനലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി അവിടെയുള്ള വസ്തുക്കൾ അടിച്ചു തകർക്കും. വാർത്ത തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം, പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത തെറ്റല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. പത്രമാധ്യമങ്ങൾ യുവമോർച്ചയാണ് ഈ
ഈ സമരം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളും അതേപോലെയുള്ള ആളുകളും യുവമോർച്ചയ്ക്കെതിരായി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഉറപ്പിച്ച് ഇപ്പോഴും പറയുന്നു, അവിടെ അത്തരത്തിലുള്ള അനാശാസ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മയക്കുമരുന്നിന്റെ കച്ചവടം പോലും നടക്കുന്നുണ്ട്. അത് അവിടെ മാത്രമല്ല, കോഴിക്കോട്ടെ 20ഓളം കേന്ദ്രങ്ങളിൽ അത്തരത്തിലുള്ള അനാശാസ കേന്ദ്രങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. വളരെ വ്യക്തമായിട്ടുള്ള തെളിവ്. അല്ല, എനിക്കൊരു സംശയം, യുവമോർച്ചയ്ക്ക് റിപ്പോർട്ടൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? യുവമോർച്ചയ്ക്ക് ഏതെങ്കിലും പാനൽ അന്വേഷണ സംവിധാനം? ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ഈ സമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭിക്കാൻ വിപിന്റെ സംഘടന യുവമോർച്ചയുടെ പൊതുജന സമൂഹത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസേണിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷെ അറിയേണ്ട വളരെ പ്രസക്തമായ സാധനം, കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്ന ചില ദൃശ്യങ്ങളുടെ ഒറ്റ പിൻബലത്തിലാണ് നിങ്ങൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ബാധ്യതയുള്ള ഒരു സംഘടന ചെയ്യേണ്ടതാണോ അത്? ഇത്തരത്തിലുള്ള അനാശാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ മുന്നേ തന്നെ പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ നിന്ന് നിങ്ങൾക്കറിയാലോ ജയ്ഹിന്ദ്, ആ ജയ്ഹിന്ദ് പുറത്തുവിട്ടിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇനിയും കൂടുതൽ കേരളത്തിലെ സമൂഹത്തിന്റെ മനസാക്ഷിയെ നോക്കൂ, ഇതിൽ രാജേഷ് പ്രതികരിച്ചതായി കണ്ടു. അറിയേണ്ടത് ചുംബന സമരത്തോട് പാർട്ടിയുടെ സമീപനം എന്ത് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു, അതവിടെ നിൽക്കട്ടെ. ഒരു യുവജന സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ, വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ ചുംബന സമരത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? സമരം നടത്താനായിട്ട് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. സമരത്തിന്റെ രൂപത്തെക്കുറിച്ചുള്ള ചർച്ച ഉയർന്നു വരുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നു വരേണ്ടത് ഈ സമരം ചെയ്യാനായി ഇവരെ പ്രേരിപ്പിച്ച ഈ കാലഘട്ടത്തിലെ സാഹചര്യത്തെക്കുറിച്ചാണ്. ഇവിടെ BJPയുടെ സുഹൃത്ത് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി, പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ഒരു സ്ഥാപനത്തിലേക്ക് യുവമോർച്ചയുടെ കൊടിയുമായി, RSSന്റെ കൊടിയുമായി കടന്നു ചെന്ന് അടിച്ചു തകർക്കുന്ന സദാചാര പോലീസായി സ്വയം കെട്ടിച്ചമഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചില കപടവേഷധാരികൾ നടത്തിയ സമരത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ചുംബന സമരം ഉയർന്നു വരുന്നത്. സമരത്തിന് എപ്പോഴും പല രൂപവും പല മുഖവും ഉണ്ടായേക്കാം. പക്ഷെ എനിക്ക് ഇവിടുത്തെ BJPയുടെ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത് 1-2 ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് അങ്ങ് കൃത്യമായിട്ട് മറുപടി പറയണം. ഒന്ന്, സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത്. ഇന്ത്യയുടെ സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്ന ഖജുരാഹോയിലെ ചുവർ ചിത്രങ്ങൾ, ആ ചുവർ ചിത്രങ്ങൾക്കകത്തുള്ള ചുംബന ദൃശ്യങ്ങളെ ഞങ്ങൾ ആരും അശ്ലീലമായി കണ്ടിട്ടില്ല, അശ്ലീലമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല. അതിനെ എതിർക്കുവാൻ നിങ്ങൾ തയ്യാറാണ്? കോഴിക്കോട് നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവത്തെ വഴിമാറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച വളരെ വ്യക്തമായ തെളിവ് ഞങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. സൂചിപ്പിക്കട്ടെ, ആ വിഷയം കേരളത്തിലെ ജനത ചർച്ച ചെയ്യേണ്ടതിന് പകരം ഈ നമുക്കറിയാം, കോഴിക്കോടാണ് ഐസ്ക്രീം പാർലർ കേസ് വന്നിട്ടുള്ളത്. ഇതേപോലെ ഐസ്ക്രീം കഴിക്കാൻ വന്നിട്ടുള്ള കുട്ടികളെ വശീകരിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പെൺപാണിപത്തിലേക്ക് കടത്തിവിട്ടതാണ് കോഴിക്കോട്ട് നടന്നിട്ടുള്ള ആ സംഭവം 90കളുടെ അവസാനത്തിൽ. ഇതേപോലെയുള്ള മാഫിയകള് കോഴിക്കോടുണ്ട്. ആ മാഫിയകൾക്കെതിരായിട്ടുള്ള സമരമാണ് യുവമോർച്ച നടക്കുന്നത്. ഏതെങ്കിലും ചുംബിക്കുന്നതിനെതിരായിട്ടുള്ള സമരമായിരുന്നില്ല ഡൗൺടൗണിൽ നടന്നിട്ടുള്ളത്. അങ്ങയുടെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നു. എനിക്കറിയേണ്ടത്, ചിന്താജലം ചോദിച്ച ചോദ്യവുമായിട്ട് ഈ കോഴിക്കോടിന്റെ ഒരു വിഷയമുണ്ട്. അങ്ങ് കണ്ട ദൃശ്യങ്ങളിലെ പ്രകോപനപരമായ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുന്ന ആ 2-3 ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ചുംബനരംഗം, ആലിംഗനരംഗം, ഇതിനപ്പുറത്തേക്ക് എന്താണ്? ഞാൻ സൂചിപ്പിച്ചു, ഒരു സംസ്കാരമുള്ള വ്യക്തിക്ക് പൊതുവേദിയിൽ പറയാൻ പറ്റുന്ന രംഗങ്ങളല്ല അതിലുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സമൂഹത്തിന് ഒരു ഇല്ലാത്ത സദാചാരത്തിന്റെ മുഖമൊന്നും കൽപ്പിച്ചു കൊടുക്കണ്ട. ഞാനടക്കമുള്ള ഈ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും 10ാം ക്ലാസ്സിലെ ബയോളജി പുസ്തകം പഠിച്ചിട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അറിയേണ്ടത്, ജന്തുശാസ്ത്രവുമായി ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട സാധാരണ പ്രക്രിയയുടെ ഏത് അറ്റം വരെ അത് പോയിട്ടുണ്ടെന്ന് അങ്ങ് തുറന്നു പറയണം. കേരളം അറിയട്ടെ. ഏതൊക്കെ വരെ അറ്റം പോകാൻ പറ്റിയിട്ടുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇത് തന്നെയാണ്, സദാചാര പോലീസിംഗ് ആണ്, പെൺവാണിഭമല്ല. അതുമായി ബന്ധമുണ്ടെങ്കിൽ സ്ഥാപിക്കാം. അന്വേഷിക്കേണ്ടിയിരുന്നത് അവിടെ നടന്നിട്ടുള്ള മയക്കുമരുന്ന് വിൽപ്പനയും അതേപോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പെൺവാണിഭം, ആ പെൺവാണിഭം പോലെയുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്താണ് സോളിഡാരിറ്റി എന്ന സംഘടനയുടെ നിലപാട് ഇക്കാര്യത്തിൽ? എനിക്ക് ഇതിൽ ഒന്നാമതായി ബിബിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. അവർ സിറ്റി പോലീസ് കമ്മീഷണർക്കും അതേപോലെ ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കുമെല്ലാം ഡൗൺ ടൗണിലെ അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി കൊടുത്തു എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. അങ്ങനെ പരാതി കൊടുത്തിട്ട് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ
കേരളത്തിൽ എല്ലാ സ്ഥലത്തും യുവമോർച്ച ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുമോ? അതിനെ യുവമോർച്ചയെ ആരാണ് ചുമതലപ്പെടുത്തിയത്? യുവമോർച്ച എന്നു തൊട്ടാണ് കേരളത്തിൽ പോലീസിൻ്റെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് എന്നറിഞ്ഞാൽ അതറിയാൻ എനിക്കും സോളിഡാരിറ്റിക്കും വലിയ താല്പര്യമുണ്ട്. നമുക്കറിയാം, ഒരു വിഷയത്തിൽ മാത്രമല്ല യുവമോർച്ച സമരം ചെയ്തിട്ടുള്ളത്. യുവമോർച്ച മാത്രമല്ല കേരളത്തിൽ ഇതിന് സമരമെന്ന് വിളിക്കുന്നത്, ഞങ്ങളൊക്കെ സമരം ചെയ്യുന്ന ആളുകളാണ്. വളരെയധികം സമരങ്ങൾ നടത്തിയിട്ടുള്ളവരും ഇപ്പോഴും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ധാരാളം സമരങ്ങളെ പിന്തുണക്കുന്നവരുമാണ്. ഒരു വ്യാപാര സ്ഥാപനത്തെ അതിൻ്റെ മേൽ ഉള്ളതോ ഇല്ലാത്തതുമായ ആരോപണം ഉന്നയിച്ച് എന്ന് അടിച്ചു തകർക്കുന്നതിന് സമരമെന്ന് വിളിക്കരുത്. അത് ഞങ്ങളെയൊക്കെ പോലെയുള്ള സമരം ചെയ്യുന്നവരോടുള്ള അവഹേളനമാണ്. ലോകവ്യാപകമായി മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിജീവനത്തിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പുകളായ സമരങ്ങളെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും മാത്രമാണ് ആ വാക്കുകൊണ്ട് സാധിക്കുക. അത് സോളിഡാരിറ്റിയുടെ അഭിപ്രായം മാത്രമാണ്. സമരങ്ങൾ അവിടെ നടന്നിട്ടുള്ള വിഷയം അറിഞ്ഞ ഉടനെ ഈ വിഷയത്തിന് അവിടേക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പോയിട്ടുള്ളത്, പ്രവർത്തകർ പോയിട്ടുള്ളത്. അവിടെ പോയ സമയത്ത് ഞങ്ങളുടെ നേതാക്കന്മാരോട് അവിടുത്തെ അതിൻ്റെ ഓണറും അതേപോലെ അവരുടെ സ്റ്റാഫും അപമര്യാദയായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ച പോലെ അല്ലാതെ പെരുമാറിയാൽ നിങ്ങൾ അടിച്ചു തകർക്കും ഇല്ലേ? ഞങ്ങൾ വിചാരിച്ച മാതിരി അല്ല അവിടെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ അതെ, നിങ്ങൾ വിചാരിച്ച പോലെ അല്ലാതെ പെരുമാറിയാൽ കേരളത്തിൽ എവിടെയും നിങ്ങൾ അടിച്ചു തകർക്കും. ഇതാണ് നിങ്ങൾ പബ്ലിക്കിനോട് തുറന്നു പറയേണ്ടത്. ഞങ്ങളുടെ നേതാക്കളോട് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലാതെ ആരെങ്കിലും പെരുമാറിയാൽ, ഒരു സ്ഥാപനം പെരുമാറിയാൽ അവരെ ഞങ്ങളെ അടിച്ച് തകർക്കുമെന്നതാണ് യുവമോർച്ചയുടെ നിലപാട്. ഞങ്ങൾക്ക് നേരത്തെ അറിയാം, സംഘപരിവാർ നിയമവാഴ്ചയിൽ ഒരളവിലും വിശ്വസിക്കുന്നില്ല എന്നതിന്റെ ഒടുവിലത്തെ ഏറ്റവും നമ്മുടെ കൺമുമ്പിൽ കണ്ട ഒരു സംഭവം മാത്രമാണ് ഡൗൺ ടൗൺ സംഭവം. സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത്, ആശയപരമായി RSSും BJPയുമായി കടുത്ത ശത്രുത പുലർത്തുന്ന ആളുകളാണ് നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ സൂചിപ്പിക്കട്ടെ, ഇത്രയും കാലം കോഴിക്കോടുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ വിഷയത്തെ തെറ്റായ രീതിയിലേക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം വിപിൻ. അതായത് പോലീസ് നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾ പെരുമാറേണ്ട വിധം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആ രീതിയിലല്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അടിച്ചു തകർക്കുന്നത് ശരിയാണോ? അല്ലയോ? സിംഗിൾ സെന്റൻസ്, യെസ് ഓർ നോ? അല്ലല്ല, യെസ് ഓർ നോ പറയാൻ കോടതിയല്ലേ ഇത്. ജനങ്ങളോട് പറയുമ്പോൾ ആശയം വ്യക്തമായി പറയണം. അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും.